യൂസ്ലെസ് പ്രൊജക്ടിനെ കുറിച്ച് കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞുള്ള എനിക്ക് ഏറ്റവും വലിയ മിസ് എന്ന് പറഞ്ഞാൽ അത് യൂസ്ലെസ് പ്രൊജക്ട് ആണ്. ഇവിടെ ഉള്ള പിള്ളേർ യൂസ്ലെസ് പ്രൊജക്ടിന് പോയിട്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ എനിക്ക് പങ്കെടുക്കണം എന്നൊരു തോന്നലുണ്ടായി. ഒരു ഹാക്കത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഹാക്കേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ പോയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ്, ഒരു ഓർഗനൈറ്റ് പ്രോഗ്രാമിന്റെ എല്ലാവിധ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളൊരു വെറുതെ കോളേജിൽ ഇരുന്ന് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്തായാലും ഒരു ഓവർനൈറ്റ് പ്രോഗ്രാം കൂടെ കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഇക്കൊല്ലം എന്തായാലും എനിക്ക് യൂസ്ലെസ് പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ട് ഒരു ബിഗ് പ്രൊജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആകെ ഹാക്കത്തോൺ വെച്ചിട്ടുള്ള വലിയ എന്തോ സംഭവമാണ്. കുറെ ടെക്കികൾ മാത്രമേ പോകത്തുള്ളൂ, ഭയങ്കര ഹാക്കേഴ്സ് അങ്ങനെ കുറെ വലിയ ആൾക്കാർ മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആദ്യം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ വലിയ ചേട്ടന്മാരൊക്കെ വലിയ സെറ്റപ്പിലൊക്കെയാ കുറെ കോടിയൊക്കെ ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മള് അറിയില്ലതും അറിയാം. ഞങ്ങളവിടെ പോയിട്ട് എന്തെങ്കിലും ആവുന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ സാർമാരാണെന്നുണ്ടെങ്കിലും എല്ലാരാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് പുതിയത് കുറെ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹാക്കത്തോണ് പോയോണ്ട് തന്നെ ഒരുപാട് പേര് പഠിക്കാൻ പറ്റി. പിന്നെ അറിയുന്നില്ല ഒരു ഐഡിയ കിട്ടി. പിന്നെ കുറെ ആൾക്കാരായിട്ട് കണക്ഷൻ കിട്ടി. എന്റെ പേര് അഞ്ജുഷ് പ്രവീൺ. ഞാൻ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് S3 IT പഠിക്കുന്നു. അപ്പം ഞാൻ കോളേജിൽ വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ ആദ്യമായിട്ട് പങ്കെടുത്തവര് ഹാക്കത്തോണായിരുന്നു യൂസ്ലെസ് പ്രൊജക്ട്. അപ്പം ആദ്യമായിട്ട് പങ്കെടുക്കുന്നതിന്റെ ടെൻഷൻ എല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ ഹോസ്റ്റും കോർഡിനേറ്റേഴ്സും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ കോളേജിലെ തന്നെ ടെക് ഫീൽഡായിട്ട് താല്പര്യമുള്ളവരുടെ പരിചയപ്പെടാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ ഹാക്കത്തോണായിരുന്നു. അപ്പൊ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ചെന്ന് അവിടെ എല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു. ഞങ്ങളൊരു വെർച്വൽ പെറ്റാണ് പ്രൊജക്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ എല്ലാരും കൂടി ചെയ്യുമ്പോ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു. പിന്നെ കുറെ പഠിക്കാനും പറ്റും. ഹാക്കത്തോന്ന് വെച്ചാൽ ഞാനൊരു കോഡേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഇതായിരുന്നു വിചാരിച്ചത്. പിന്നെ മനസ്സിലായി ഒന്നും അറിയില്ലാത്ത പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന വലിയ പ്ലാറ്റ്ഫോമാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം ഈ യൂസ്ലെസ് പ്രൊജക്റ്റിന് നമ്മൾ പങ്കെടുത്തായിരുന്നു. സോ ഇതിനെപ്പറ്റി വെബ് ആപ്ലിക്കേഷനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു. അതിനോടൊപ്പം തന്നെ സർവറും ഈ വെബ് ആപ്ലിക്കേഷൻ തന്നെ എങ്ങനെ കണക്ട് ചെയ്യാം, ഇങ്ങനെ ബാക്ക് എൻഡും ഒക്കെ നമുക്ക് പഠിക്കാനായി. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇത് യൂസ്ലെസ് പ്രൊജക്റ്റിന് നന്ദി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത യൂസ്ലെസ് പ്രൊജക്റ്റിന് തയ്യാറാവുകയും. ഹായ്, ഞാൻ ശ്രീവിദ്യ. ടിങ്കർ ഹബിന്റെ ഇടുക്കി ഗവൺമെന്റ് കോളേജ് ഇടുക്കി ചാപ്റ്ററിന്റെ ചാപ്റ്റർവൈസറാണ്. ടിങ്കർ ഹബ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി, കൊച്ചി ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ഫോർ ഗിവിംഗ് മേക്കർ സ്പേസ് ആൻഡ് ടു എൻഹാൻസ് peer driven learning in campus in host Kerala. So നമ്മുടെ ഇടുക്കി ചാപ്റ്റർ അവരുടെ ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ട് peer driven learning ആണെങ്കിലും പ്രോജക്ട് മേക്കിംഗ് ആണെങ്കിലും മാക്സിമം എഫിഷ്യൻസിയിലൂടെ ചെയ്യുന്നുണ്ട്. അവരുടെ 2-3-4 വർക്കുകൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉടനെ വരാൻ പോകുന്നത് യൂസ്ലെസ് പ്രൊജക്ട് 2.0 ആണ്. ഇതിന്റെ 1.0 മോഷൻ മാൾ കഴിഞ്ഞ വർഷം ഓൾറെഡി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇനി ഓഗസ്റ്റ് 8 ആൻഡ് ഓഗസ്റ്റ് 9 ഓവർനൈറ്റ് ആണ് നമ്മുടെ യൂസ്ലെസ് പ്രൊജക്ട് നടക്കുന്നത്. സോ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ കോളേജിലെ എല്ലാ കുട്ടികൾക്കും. സോ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ട്രിക്കി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ടെക്നിക്കലി അല്ലാത്ത നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന അല്ലെങ്കിൽ കണ്ടു പറയുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ചെയ്ത ഒരു പരിപാടിയാണ് യൂസ്ലെസ് പ്രൊജക്ട്. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഹാവ് ഫൺ ആൻഡ് ഹാവ് ഇൻഫർടൈൻമെന്റ്. താങ്ക് യു. യൂസ്ലെസ് പ്രൊജക്ട് 2.0 പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വിലയേറിയ കോൺട്രിബ്യൂഷൻസ് ആവശ്യം. അതിപ്പോൾ ചെറുതായാലും വലുതായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാം.